പ്രിയമുള്ളവരെ, കഴിഞ്ഞ 600 വർഷമായി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യത്തിന്റെ പേരിലല്ല, മറിച്ച് തമിഴ് കുടിയേറ്റ ബ്രാഹ്മണ ഗ്രാമമായ ഈ ഗ്രാമം കേരളത്തിലെ കർണാടക സംഗീതത്തിന്റെ കേന്ദ്രം എന്ന നിലയിൽ ഏറെ പ്രസിദ്ധമാണ്. കേരളത്തിലെ ആദ്യ പൈതൃക ഗ്രാമമായ കൽപ്പാത്തി അഥവാ അഗ്രഹാരത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. വെങ്കിടേശ സുപ്രഭാതം, വേദമന്ത്ര പാരായണങ്ങൾ, ശിവസ്തോത്രം എന്നിവ കേൾക്കാൻ തുടങ്ങുന്ന തെരുവുകൾ എല്ലാം സംഗീതാത്മകമാണ്. നവനളിന ദളനയന തവനാമം എന്നു ഞാൻ, നവനളിന ദളനയന തവനാമം. ഓരോ മന്ദിരത്തിന്റെയും മുൻവശത്തായി അരിമാവ് കൊണ്ട് കോലം വരച്ചിരിക്കുന്നതായി കാണാം. കൽപ്പാത്തിയിൽ 5 ചെറിയ ഗ്രാമങ്ങളുണ്ട്. അവ പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ഗോവിന്ദരാജപുരം, മന്ദക്കര, ചാത്തപുരം എന്നിവയാണ്. കൽപ്പാത്തിക്ക് ദക്ഷിണകാശി എന്നൊരു വിളിപ്പേരുമുണ്ട്. കാരണം ഗംഗാതീരത്തെ വാരണാസി കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവുമായിട്ടുള്ള വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ സാമ്യം തന്നെയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന റോഡിന്റെ ഇരുവശത്തും നിരന്നിരിക്കുന്ന സമാനമായ രൂപത്തിലുള്ള വീടുകൾ ഈ അഗ്രഹാരത്തിന്റെ മറ്റൊരു പരമ്പരാഗത ഭംഗിയാണ്. ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് കൽപ്പാത്തിക്കാർ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഗംഭീരമായ രഥോത്സവം അരങ്ങേറുന്നത്. കൽപ്പാത്തിയിലെ ഗ്രാമവീഥികളിലൂടെ അലങ്കരിച്ച മനോഹരമായ ക്ഷേത്രരഥങ്ങൾ ഉരുളുന്നത് രഥോത്സവത്തിന്റെ പ്രധാന ആകർഷണം തന്നെയാണ്. എല്ലാ വർഷവും തുലാം മാസത്തിൽ അഥവാ നവംബർ മാസത്തിൽ നടക്കുന്ന ഈ രഥോത്സവം ഏറെ പ്രസിദ്ധമാണ്. തമിഴ് കലർന്ന മലയാളം അല്ലെ? നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടം, മലയാളമാണോ തമിഴാണോ? മദ്രാസ. எவ்வளோ காலம் எங்க இருக்கு? 20 years எங்க இருக்கு? அதுக்கு முன்னாடி சென்னையில் இருந்துச்சுல்ல? அப்போ பேரக்குட்டிകള് ഈ சின்ன இங்கதான் மலையாளம் தான். எனக்கு மட்டும் தமிழ் தான். தமிழ் சூப்பரா. ഇവിടെ എത്ര ഫാമിലി ഉണ്ട്? ഇവിടെ ഗ്രാമത്തിൽ 50. ഇതാണോ ഇവിടുത്തെ ഏറ്റവും ചെറിയ ഗ്രാമം? ഇത് കുമരപുരം അഗ്രഹാരം. അഗ്രഹാരത്തിൽ അമ്മമാരൊക്കെ വലിയ സ്നേഹമുള്ളവരാണ്. എനിക്ക് കഴിക്കാൻ സ്വീറ്റ്സ് ഒക്കെ തന്നു. ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൽപ്പാത്തിപ്പുഴയുടെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കൽപ്പാത്തിപ്പുഴയുടെ ഭംഗിയുള്ള കാഴ്ചയ്ക്കൊപ്പം ചില ആളുകൾ വെള്ളത്തിനടിയിൽ നിന്ന് മുങ്ങി എന്തോ എടുക്കുന്ന കണ്ടു. അന്വേഷിച്ചപ്പോൾ സ്വർണം കിട്ടുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് കൽപ്പാത്തിയിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന കുംഭാഭിഷേകത്തിലുള്ള ഹോമകുണ്ട തയ്യാറെടുപ്പുകളൊക്കെ കാണാൻ സാധിച്ചു. അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം എന്ന് പറയും. ഇത് 12 വർഷത്തിലൊരിക്കൽ നമ്മുടെ ഹിന്ദു സമുദായത്തിലെ എല്ലാ അമ്പലങ്ങളിലും നടക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതായത് ഉത്സവം ഉള്ളിലുള്ള ദേവന്മാരെ 12 വർഷത്തിലൊരിക്കൽ അതിൽ നിന്ന് നമ്മൾ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് എടുത്ത് തിരിച്ച് അതിൽ വേറെ ഇതിലേക്ക് ആവാഹനം ചെയ്ത് തിരിച്ച് നമ്മളത് ചെയ്യുന്ന പോലെയാണ് അത് അവർക്ക്. ഇത് നമ്മളുടെ ഇതിൽ 2 ശാസ്ത്രങ്ങളുണ്ട്. വൈഖാനസം, ആഗമം എന്ന് പറഞ്ഞ് നമ്മൾ വൈഖാനസം ശാസ്ത്രം ഫോളോ ചെയ്യുന്ന അമ്പലമാണ് ഇത്. കൊല്ലം ജില്ലയില് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കണ്ടിട്ടുണ്ട്. പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ തുടക്കത്തിൽ അവിടെ നമ്മളെ ഈ അമ്പലമില്ലാതെ അതെ ആൽത്തറയിൽ വാഴും ദൈവമല്ലേ സാധനം തദ്ദാതുനാം ചിന്താമണിർലോകസുഖം സുരേന്ദ്ര. അപ്പൊ എന്തായാലും അനുഗ്രഹം ഉണ്ടാവണം. കൽപ്പാത്തിയിലേക്കുള്ള യാത്രകൾ അതിരാവിലെയാണെങ്കിൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മയിലുകളും പച്ച പുതച്ച നെൽപ്പാടങ്ങളും ഒക്കെയായി ഭംഗിയുള്ള കുറേയേറെ കാഴ്ചകൾ. ഇനിയും വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.